തദ്ദേശ പോരിന്റെ രണ്ടാം ഘട്ട വിധിയെഴുത്തിൽ ഉച്ചവരെ മികച്ച പോളിംഗ് ആണ്. ആദ്യ 7 മണിക്കൂറിൽ 50% പോളിംഗ് കടന്നു. ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് നമ്മൾ കണ്ടത്. മലപ്പുറത്താണ് കനത്ത പോളിംഗ് ഉള്ളത്. കുറവ് കാസർഗോഡാണ്. ലിനറ്റ് വർഗീസ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ലിനറ്റ്, വയനാട്ടിലെ സാഹചര്യം ഏത് നിലയിലാണ്? ഇപ്പോൾ എത്ര ശതമാനം പോളിംഗ് ആണ് വയനാട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? മൊത്തത്തിലുള്ള സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഈ ഉച്ച കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് പോളിംഗ്? സംഗീത, നിലവിൽ വയനാട്ടിൽ 58% പോളിംഗ് റേറ്റ്. അതേസമയം തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പോളിംഗ് കുറവാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് കൽപ്പറ്റ ടൗണിലുള്ള ഒരു പോളിംഗ് സ്റ്റേഷനിലാണ്. കൽപ്പറ്റ നഗരസഭയിലെ ഈ ഒരു പള്ളിത്താഴ ബൂത്തിലാണ് നിൽക്കുന്നത്. നിലവിലിവിടെ വോട്ടർമാർ വന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. വരുന്നവർക്ക് അപ്പോൾ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷം ഇത്തരത്തിലുള്ളൊരവസ്ഥയാണ് ഇവിടെയുള്ള വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം പല ബൂത്തുകളുടെയും അവസ്ഥ. പൊതുവിൽ വോട്ടർമാർ ഉച്ചയ്ക്ക് ശേഷം വരുന്നത് കുറവാണ്. അതേസമയം തന്നെ വൈകുന്നേരം ആകുന്നതോടെ ജോലിക്ക് പോയി വരുന്ന ആളുകൾ വോട്ട് ചെയ്യാൻ എത്താനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ തവണത്തെയൊക്കെ തന്നെ പോളിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ വൈകുന്നേരമായിരിക്കാം കൂടുതൽ വോട്ടർമാർ ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നത്. നിലവിൽ വയനാട്ടിൽ പോളിംഗ് സുഗമമായി മുന്നേറുകയാണ്. നിലവിൽ പഞ്ചായത്തുകളിലൊക്കെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മാനന്തവാടി, ബത്തേരി, പുൽപ്പള്ളി പോലെയുള്ള മേഖലകളിലും വലിയ രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൊതുവിൽ പോളിംഗ് ശതമാനം കുറവാണ്. അതേസമയം വൈകുന്നേരം 3 മണിക്ക് ശേഷം വലിയ രീതിയിലുള്ള വോട്ടർമാർ വോട്ട് ചെയ്യാനായി എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികളൊക്കെ തന്നെ. പ്രത്യേകിച്ച് മുതിർന്നവരെയും അതോടൊപ്പം രോഗികളെയും ഒക്കെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. നിലവിൽ വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലാണ് UDF. കാരണം UDFിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വയനാട് ജില്ല എന്ന് പറയുന്നത് UDFിൻ്റെ കോട്ടയാണ്. അതുകൊണ്ട് തന്നെ അത് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇത്തവണ UDF മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊട്ടിക്കലാശത്തിലടക്കം മാറി നിന്നുകൊണ്ട് വാർഡുകൾ കേന്ദ്രീകരിച്ചും വോട്ടർമാരെ കണ്ട് സംസാരിച്ചുമാണ് അവർ വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വോട്ടർമാരെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ചൂരൽമല മുണ്ടക്കയിലും വോട്ട് വണ്ടികളുണ്ട്. ഇന്ന് 11 മണിക്ക് ശേഷം പല ഭാഗങ്ങളിൽ നിന്നായിട്ട് KSRTC വഴിയുള്ള വോട്ട് വണ്ടികൾ വഴിയാണ് ദുരന്തബാധിതർ വോട്ട് ചെയ്യാൻ ചൂരൽമലയിൽ എത്തിയിരിക്കുന്നത്. ചൂരൽമലയിലടക്കം വലിയ രീതിയിലുള്ള വോട്ടിംഗ് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരു വോട്ട് വണ്ടി എന്നുള്ളത് വന്നതോടുകൂടെ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനമാണ് ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന് ശേഷം ഈ 10-11 വാർഡുകൾ ഒരുമിച്ച് ചേർത്ത് ഒറ്റ വാർഡാക്കി, അതായത് ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന ഒറ്റ വാർഡാക്കിയിട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇത് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ അവിടെ 2200ഓളം വരുന്ന വോട്ടർമാരാണ് അവിടെ വോട്ട് ചെയ്യാൻ എത്തേണ്ടത്. ഈ ദുരന്തബാധിതർക്കായുള്ള ഈ വാഹനങ്ങൾ ഏർപ്പാടാക്കിയതിനെ തുടർന്ന് പലരും ഈ വോട്ട് ചെയ്യാനായി ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ പുൽപ്പള്ളി, ബത്തേരി പോലെയുള്ള സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം കുറവാണെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. സംഗീത, ശരി ലിനറ്റ്, ഉച്ചയ്ക്ക് ശേഷം നേരിയ രീതിയിലുള്ള കുറവാണ്. അത് ചിലപ്പോൾ എല്ലായിടത്തും അത്തരത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഉച്ചവരെയുള്ളത് മികച്ച പോളിംഗ് തന്നെയായിരുന്നു. വയനാട്ടിലെ വിശദാംശങ്ങളാണ് ലിനറ്റ് വർഗീസ് പങ്കുവച്ചത്.